ഇന്ന് മൈഗ്രേഷൻ വലിയ തോതിൽ കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് കാനഡ, UK, യൂറോപ്പ് പോലെയുള്ള മേഖലകളിലേക്ക്. അവിടേക്ക് എത്തിച്ചെല്ലുന്ന നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ പള്ളികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ വലിയ വിമുഖത കാട്ടുന്നുമുണ്ട്. എങ്ങനെ നമുക്ക് അവരെ സഭയോട് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും? ഇപ്പോഴത്തെ മൈഗ്രേഷൻ കൊണ്ട് മാത്രമല്ല, കേരളത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാവരുടെയും കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ഈ അടുത്ത കാലത്തെ മൈഗ്രേഷൻ കൊണ്ട് ഉണ്ടായൊരു പ്രതിഭാസമല്ല. പുറത്തു പോയിട്ടുള്ളവർ പലരും അവരുടെ നാട്ടിലെ അവർക്ക് കിട്ടിയിരിക്കുന്ന പരിശീലനം അനുസരിച്ച് പള്ളി ഉണ്ടെന്ന് അന്വേഷിക്കും. ഇത് വേണ്ടാന്ന് നോക്കുന്ന അതിലേക്ക് പോയി. ഇപ്പൊ തുടങ്ങിയ കാര്യമല്ല ഇത്. അങ്ങനെ വലിയ വിമുഖതയില്ല. പൊതുവെ ഇപ്പോൾ കുറച്ചുകൂടി ഒരു OC വഴിയും ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ അവരെ അന്വേഷിക്കുന്നുണ്ട്. അതായത് ഡയസ് അവരെ പോയി കണ്ടുപിടിക്കുന്നുമുണ്ട്, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്. എന്നാൽ മുമ്പ് തൊട്ട് ഇപ്പൊ ഒരു പുതിയ കാര്യമല്ല ഇത്. ഇപ്പൊ ഈ ചോദിച്ചത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യം. കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവർ ഒരു ചെറിയ വിഭാഗം വിട്ടുപോയിട്ടുണ്ട്, ശരിയാണത്, ബന്ധപ്പെടാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗവും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റുഡന്റ് മൂവ്മെന്റ് ഒക്കെ മദ്രാസിലുണ്ടായത്. അവിടെ പറയും സ്റ്റുഡൻസാണ് അതിന് തുടക്കം ഇട്ടത്. കാരണം അവർ സഭയുടെ ആയതുകൊണ്ട് അതിനുവേണ്ടി നിന്നു. ഇന്നും വലിയ വ്യത്യാസം കാണുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ മൈഗ്രേഷൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിത സരണി അന്വേഷിച്ച് പോകുന്നവരാണ്. അവർക്ക് പഠിച്ചു കഴിയണം, ജോലി കിട്ടുന്നത്, അതിനായി പോകുന്നത്. അതിനെ തള്ളിക്കളയാനൊക്കെ മനുഷ്യൻ ജീവിച്ചേ ഒക്കത്തുള്ളൂ. എന്നാൽ അവർക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്, അതുകൊണ്ടാണ് വളരെ ചെറുപ്പം മുതലേ അവർക്ക് വീട്ടിലും സൺഡേ സ്കൂളിലും പരിശീലനം കൊടുക്കണം. എന്ന് പുറത്തു പോയാൽ വലിയ അപകടം ഉണ്ടാകാതിരിക്കും. സഭയുടെ ഇന്നത്തെ വലിയൊരു കൺസേൺ ആയിട്ട് വരേണ്ടതാണ് ഈ പറഞ്ഞ വിഷയം. 2017 സുപ്രീം കോടതി വിധി അനുസരിച്ച് മലങ്കര സഭ ഒന്നേ ഉള്ളൂ. ആ മലങ്കര സഭ ഒന്ന് എന്ന പൂർണ്ണതയിലേക്ക് എത്താൻ മുമ്പ് തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഒറ്റ കാര്യം മാത്രം മതി, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഒരു സഭയേ ഉള്ളൂ, ഒരു ഭരണഘടനയേ ഉള്ളൂ, ഒരു സഭാതലവനേ ഉള്ളൂ. അത് അംഗീകരിച്ചാൽ മതി. സിറിയൻ മാതൃകീസ് ആകട്ടെ, മലങ്കരയുടെ കാവ്യക്ക് അവരെല്ലാം തുല്യരാണ്, അത് അംഗീകരിക്കണം. എല്ലാവരും ഒന്നിച്ചു സമാധാനത്തിൽ പോകണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. കലഹമുണ്ടാക്കുന്ന മനുഷ്യരാണ്, ദൈവമല്ല ഇത് ചെയ്യുന്നത്, മനുഷ്യരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ സഭ, ഇന്ത്യയിൽ ഇപ്പോൾ പുറത്തോട്ട് പോയിട്ടുണ്ട്, ഒന്നിച്ച് നിൽക്കണമെങ്കിൽ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളും ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങളും എല്ലാവരും അംഗീകരിച്ചാൽ മതിയാവും. അംഗീകരിച്ചാൽ തീരാത്ത യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. എന്നാൽ മലങ്കര സഭയുടെ ഐഡന്റിറ്റി അംഗീകരിക്കണം, റെസ്പെക്ട് ചെയ്യണം. അത് വളരെ നിർണായകമായ ലൈഫ് ആൻഡ് ഡെത്ത് പ്രോബ്ലമാണ്. ആരുടെ അടിമയല്ല. ഗാന്ധി എന്നതിന് കഷ്ടപ്പെട്ട് അവരോട് ഒരുപാട് യോജിച്ചുകൂടായിരുന്നു. ഇന്ത്യക്കാർ അടിമകളല്ല. ഈ പോകേണ്ട വർക്കല്ല, പ്രവർത്തിക്കല്ലേ, മരിക്കുക എന്ന് പറഞ്ഞ പോലെ മലങ്കര സഭ ആരുടെ അടിമയല്ല, ആയിരുന്നിട്ടില്ല, ആകാനും പാടില്ല. ഈ ഒറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ. ആരോടും വിരോധമില്ല. ഈ ക്രിസ്ത്യൻ രീതിയിൽ സഹകരിച്ചു പോകാൻ എല്ലാവരും തയ്യാറാണ്, മലങ്കര സഭയും തയ്യാറാണ്. എന്നാൽ ഇങ്ങോട്ട് കയറി ബ്രിട്ടീഷുകാർ ഞങ്ങൾ നാളെ തൊട്ട് ഭരിക്കുന്നു പറഞ്ഞാൽ വേറെ പണി നോക്കാൻ പറയത്രേ. രാഷ്ട്രീയമായിട്ട് സഭയ്ക്ക് ഒരു വലിയ പിന്തുണ ഇന്നില്ല. അത് നമുക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്നുമുണ്ട്. നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒന്ന് അതിജീവിക്കാനായിട്ട് സാധിക്കും? രാഷ്ട്രീയക്കാർക്ക് ഈ സഭയും പ്രിൻസിപ്പിളും ഒന്നുമല്ല, അവർക്ക് വോട്ട് വേണം. എല്ലാ പാർട്ടിയും, ഏത് പാർട്ടി ആയാലും അവർക്ക് ഭരിക്കണം, അധികാരം വേണം. അതിന് വോട്ട് കിട്ടിയെങ്കിലേ ഇത് രണ്ടും നടക്കത്തു. അതല്ലാതെ ഒരു കമ്മ്യൂണിറ്റിയെ പ്രത്യേകിച്ച് വളർത്താനോ തളർത്താനോ അവർ പോവുകയല്ല. അവർക്ക് വോട്ട് കിട്ടണം. വോട്ട് കിട്ടിയാൽ അതിലൂടെ അധികാരമുണ്ട്. പിന്നെ പണമൊക്കെ അതിലൂടെ പോകുന്നതാണല്ലോ. അവിടെ രാഷ്ട്രീയക്കാരുടെ അംഗീകാരം താടാനായിട്ടാരും ജീവങ്ങളൊക്കെ നടക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളായിരുന്നാൽ മതി. നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചാൽ ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് മിഷൻ. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. എല്ലാ രാഷ്ട്രീയക്കാരെയും പോയി തൊഴേണ്ട കാര്യമില്ല. അവർ ന്യായമായിട്ടുള്ള ബന്ധം, രാഷ്ട്രീയം വേണം. അരാഷ്ട്രീയക്കാരുടെ ജീവിക്കാൻ ഒക്കത്തില്ല ഈ കാലത്ത്. എന്നാൽ അവരുടെ താല്പര്യമല്ല സഭയിൽ ഇപ്പം ഇത് വഴക്കില്ലാത്ത കാലം. അവർക്ക് ലോ ആൻഡ് ഓർഡർ പവർ ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. അവർ പറയുന്നുണ്ടത്, ഞങ്ങൾ അതിനകത്ത് ഇടപെടത്തില്ല, ലോ ആൻഡ് ഓർഡർ ഉണ്ടായി ഇടപെടും. അല്ല, വേറെ താല്പര്യമൊന്നുമില്ല, നമുക്കാണ് താല്പര്യമുള്ളത്. അതുകൊണ്ട് അവരുടെ രീതിക്ക് പോകട്ടെ. അവർ വോട്ട് എങ്ങനെ പോകത്തുള്ളൂ. അവരൊന്നും മാമോദിസക്ക് എടുക്കാൻ നമ്മളെ കൊണ്ടുവെക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോകട്ടെ, നമ്മൾ രാഷ്ട്രീയക്കാരാവരുത്. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന നേതാക്കന്മാരുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. 75ന്റെ നിറവിലും ഇത്രയധികം ദീർഘവീക്ഷണത്തോടുകൂടി കാഴ്ചപ്പാടുകൾ നമ്മളോട് ഇന്ന് പങ്കുവച്ചത് അഭിവന്ദ്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേനിയാണ്.
അഭിനന്ദ തിരുമേനിക്ക് ഒരിക്കൽ കൂടി ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇത്രയും നേരം നമ്മളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് നമ്മളോടൊപ്പമായി തീർന്ന അഭിനന്ദ തിരുമേനിയുള്ള എല്ലാ നന്ദിയും സ്നേഹവും മലങ്കര ശബ്ദം ചാനലിന് വേണ്ടി ഈ സമയത്ത് അറിയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുക്രൻ.